തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ മദ്യലഹരിയിൽ യുവാവിന്റെ പരാക്രമം. പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച പ്രതിയാണ് ആശുപത്രി ഉപകരണങ്ങൾ തകർത്തത്. ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ പെരുംകുഴി സ്വദേശി സജീവിനെതിരെ പോലീസ് കേസെടുത്തു. രജീഷ് നരിക്കുനി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. രജീഷ്, ഈ പ്രതി എന്തൊക്കെ പരാക്രമങ്ങളാണ് അവിടെ കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി? ജിൻസി, ഇന്നലെ വൈകിട്ടാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പെരുംകുഴി സ്വദേശി സജീവന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുമ്പോഴാണ് പ്രതി പരാക്രമം നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന ആശുപത്രി ഉപകരണങ്ങളടക്കം തകർക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാകാതിരിക്കുകയും പിന്നീട് അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ അവസരത്തിലാണ് പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് പിടികൂടുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇവരെ ഒരാളെ പോലീസ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നാരോപിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമായി എത്തി. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷമാണ് അവർ പിരിഞ്ഞുപോയത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരാളെ ബലം പ്രയോഗിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നതാണ്. എന്നാൽ ഇത് നേരത്തെ തന്നെ മദ്യപിച്ച് പിടികൂടിയ ശേഷം ആശുപത്രിയിലെത്തിയ ശേഷം അവിടെ നിന്നും ആശുപത്രി ഉപകരണങ്ങളടക്കം തകർത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് സജീവിനെ പിടികൂടിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകി. ആശുപത്രി പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചതിനും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന അതായത് ഡോക്ടർമാർ ഡ്യൂട്ടി തടസ്സപ്പെടുന്ന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആശുപത്രി സൂപ്രണ്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. ഇയാൾ ഒരു മാസം മുമ്പാണ് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഇന്നലെ മദ്യപിച്ച വാഹനം ഓടിക്കുകയും പോലീസ് പരിശോധനയിൽ പിടികൂടുകയും തുടർന്ന് ആശുപത്രി എത്തിച്ചപ്പോൾ ഈ പരാക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ജിൻസി, ശരി, രജീഷാണ് വിവരങ്ങൾ നൽകിയത്.